മുൻകർ നക്കീറുമെന്ന് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുൻകർ നക്കീറും വരുന്നതിന് മുമ്പേ ഖബറിലേക്ക് ഒരു മലക്ക് കടന്നു വരും. ആ മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. മുൻകർ നക്കീറും വരുന്നതിന് മുമ്പേ ഖബറിലേക്ക് ഒരു മലക്ക് ഒരു മയ്യത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. ആ മലക്കിന്റെ പേര് റഹ്മാൻ എന്നാണ്. റഹ്മാൻ എന്ന മലക്കിന്റെ ചോദ്യം എന്താണെന്നറിയോ? ഒരു വല്ലാത്ത ജോലി ഖബറിലെത്തിക്കൊണ്ട് റഹ്മാൻ ചെയ്യിപ്പിക്കും അത്രേ. ഞാൻ ഈ പറയാൻ പോകുന്നത് അന്യഗ്രഹത്തിൽ വന്ന ജീവികളുടെ കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥയാണ് ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട റഹ്മാൻ എന്ന മലക്ക് ഖബറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന ആളിന്റെ അടുക്കൽ വന്നിട്ട് റഹ്മാൻ പറയും, എഴുന്നേക്കടോ. ഖബറിൽ കിടക്കുന്ന മയ്യത്തിനോട് പറയും, എഴുന്നേക്കടാ. ഖബറിൽ കിടക്കുന്ന മയ്യത്ത് ചാടി എഴുന്നേക്കുമ്പോ ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ്. ഖബറിൽ കിടക്കുന്ന ആളോട് പറയും ചാടി എഴുന്നേക്കാൻ. ഖബറിൽ കിടക്കുന്ന ആള് ചാടി എഴുന്നേക്കുമ്പോ റഹ്മാൻ എന്ന മലക്ക് പറയുമത്രേ, നിന്റെ ജീവിതത്തിൽ ഇതേവരെ നീ ചെയ്തതെല്ലാം ഒന്ന് എഴുതി വെക്കടാ. മലക്ക്, നീ പ്രായപൂർത്തിയായ അന്ന് മുതൽ മരിക്കുന്നത് വരെ എന്തൊക്കെ നന്മയും തിന്മയും ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഖബറിലിരുന്ന് കൊണ്ട് എഴുതുക. അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് എഴുതിക്കുന്നതെന്നറിയോ? അത് നാളെയാണ് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുക. എഴുതടോ. ആ സമയത്ത് ഖബറിൽ കിടക്കുന്ന ആള് പറയും, ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതത്തിന്റെ ഖബറിലിരുന്ന് കൊണ്ട് എന്റെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങൾ എഴുതുന്നത്? എന്റെ കയ്യിൽ എഴുതാൻ പേനയില്ല, എന്റെ കയ്യിൽ എഴുതാൻ കടലാസില്ല. കടലാസില്ലാതെ പേനയില്ലാതെ എങ്ങനെയാണ് എഴുതുന്നത്? ആ സമയത്ത് റഹ്മാൻ എന്ന മലക്കിനോട് എഴുതാൻ പേനയില്ലാതെ കടലാസില്ലാതെ ബുദ്ധിമുട്ടുമ്പോ റഹ്മാൻ എന്ന മലക്ക് പറയും, പേനയും കടലാസും ഒന്നില്ലെങ്കിലും ബുദ്ധിമുട്ടണ്ട. എടോ എടോ കഫലക ഖിർതാസ് വൈസ്മൗക ഖലാ വമരിയുക മിദാ. നിന്റെ കഫൻ തുണി കടലാസാക്ക്, നിന്റെ കഫൻ തുണി കടലാസാക്ക്, നിന്റെ വിരലുകള് പേനയാക്ക്, നിന്റെ ഉമനീര് മഷിയാക്കടോ. ഉമനീരില് വിരല് മുക്കിയിട്ട് ആ കഫൻ തുണിയുടെ സൈഡിലോട്ടങ്ങ് എഴുതാൻ തുടങ്ങാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മയ്യത്ത് പൊതിയുമ്പോൾ പൊതിയുന്ന വെള്ളത്തുണി അത് വെറും വെള്ളത്തുണിയല്ല, ഖബറിലിരുന്ന് കുത്തിയിരുന്ന് എഴുതാനുള്ള പേപ്പറാണ്. നിന്റെ നാവ് നിന്റെ ഉമനീരിലേക്ക് നിന്റെ കൈയൊന്ന് തൊട്ടിട്ട് കഫൻ തുണിയുടെ സൈഡിലോട്ടങ്ങ് എഴുതാൻ തുടങ്ങാൻ. എവിടെയാണ് സഹോദരങ്ങളെ ജീവിതം മുഴുവൻ അങ്ങറ്റങ്ങളിലോട്ട് കടന്നു പോയ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ? റമ്പായം പള്ളിയുടെ ജുമാപ്പള്ളിയുടെ വിനായത്തിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് തുടങ്ങുമ്പോ ഒരു കുട്ടുവീരം എടുത്തുകൊണ്ട് ബഹോട്ടലിന്റെ ചിമ്മിന്നാമ്പലങ്ങൾ ചെന്ന് കയറുന്ന അവിടെ എന്ന ഗ്ലാസുകളുമായി വേശി വിളിച്ചെന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് സൈബർ കഫേറിലെ പാതിരാത്രിയിൽ ചെന്നിരുന്ന് ഡബിൾ മെമ്പർ നോ ഫോണുകൾ നടത്തുമ്പോ ലോകത്തിലെ 140 ആട്ടത്തെ അലക്കപ്പെട്ട് തുടിയുന്നാടിയാലും അത് മുഴുവനും കണ്ടുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ ആ നിൽക്കുന്ന ഹറാമിലേക്ക് നിൽക്കുന്ന ആ ചൂണ്ടുവിരലില്ലയോ? ആ ചൂണ്ടുവിരൽ എന്തിനാന്നറിയോ? അത് നാളെ ഖബറിലെ നിൽക്കും കുത്തി നെയ്താനുള്ള പേപ്പറാണ്. നിന്റെ നാവ് നിന്റെ ഉമ്മിലേക്ക് നിന്റെ കൈയൊന്ന് കെട്ടിട്ട് കഫൻ തുണിയുടെ സൈഡിലോട്ട് നെയ്താൻ റഹ്മാൻ എന്ന മലക്ക് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് പറയുമ്പോ അല്ലാഹുവിന്റെ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവനാ നിമിഷം ഓർക്കുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ. കാരണം എന്തെന്നറിയോ? ഒരു ദിവസം അവന് സംഭവിച്ചതുപോലെ ആ മരണത്തിന് ശേഷം, ആ മരണത്തിന് മുമ്പ് ജനിച്ച പ്രായപൂർത്തിയായ അന്ന് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഓർക്കുമോ സഹാബ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാൻ എന്ന മലക്ക് വന്ന് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മുൻകർ നക്കീർ വരും. മുൻകർ നക്കീർ വന്ന് ചോദ്യം ചോദിക്കും. എന്തൊന്ന് ചോദിക്കും? മൻ റബ്ബുക്, നിന്റെ റബ്ബാരാ? ആ സമയത്ത് മറുപടി പറയണം, അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി.
മറുപടി പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലങ്ങനെ മറുപടി പറഞ്ഞു അല്ലാഹു റബ്ബി. മൻ റബ്ബുക, നിന്റെ റബ്ബാരാന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് നമുക്ക് അല്ലാഹു റബ്ബി എന്ന് പറയണോ എന്നൊരു കാര്യം പറയട്ടെ, ചെയ്യോ? ഖബർ അല്ലാഹു റബ്ബി എന്ന് പറയാം. സാധാരണ തുമ്പുമെന്ന് പറയും. തുമ്മുമ്പോ കേട്ട് നിൽക്കുന്ന ആൾ എന്തെന്ന് പറയും? തുമ്മുമെന്ന് പറയണം, അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നിട്ട് അതിന് ശേഷം തുമ്മുമ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയണം ഇന്നി ആമനതു ബിറബ്ബിക്കും ഫസ്മഊൻ. സൂറത്ത് യാസീനിലെ ആയത്താണ് ഇന്നി ആമനതു ബിറബ്ബിക്കും ഫസ്മഊൻ. ഇന്നി ആമനതു ബിറബ്ബിക്കും, ഞാൻ എൻ്റെ അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ഫസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലയോ? തുമ്മിയതിന് ശേഷം അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം ഈ ആയത്താര് പതിവായി പറയുന്നവോ അവൻ നാളെ ഖബറിൽ പരലോകത്ത് മലക്കുകൾ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ അവൻ പറയും ഇന്നി ആമനതു ബിറബ്ബിക്കും ഫസ്മഊൻ. എപ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞത് ഫസ്മഊൻ, നിങ്ങൾ കേട്ടതല്ലേ? അല്ലാഹു റബ്ബി എന്ന് പറയും റസൂലുള്ളാഹിയുടെ ഹദീസ്. അതുകൊണ്ട് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്ക്ക് ശേഷം ഈ ദുആ ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ അനുഭവം, ചുരുക്കി പറയാൻ സമയം. മൂന്നാമത്തെ അനുഭവം, ഇതൊക്കെ എഴുതി മലക്കുകളൊന്ന് ചോദ്യമൊക്കെ ചോദിച്ചു. മൻ റബ്ബുക്, അല്ലാഹു ആരാ? അല്ലാഹു റബ്ബിക്. മൻ ദീനുക്, മൻ ഇമാമുക്, ഖുർആനിൻ ഇമാമി, മൻ നബിയുക്, മുഹമ്മദുൻ നബിയ്യൻ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം എല്ലാ ചോദ്യത്തിനും മറുപടി എഴുതിയാൽ എന്താ കിട്ടുന്നേ? ഇന്റർവ്യൂവിന് പോയി ചോദ്യം ചോദിച്ചു, എല്ലാ ചോദ്യത്തിനും മറുപടി കിട്ടി, പാസ്സായി. ശരി, നീ എന്തായി? ഓക്കെ ആയി. മൂന്നാമത്തെ ഇത് പറയുന്നതിന് മുമ്പ് ഇവിടെ ക്യാൻസറായി കിടക്കുന്ന ആ സഹോദരൻ്റെ അപേക്ഷ ഫണ്ടിലേക്ക് ഇൻഷാ അല്ലാഹ് സംഘാടകരെ ബക്കറ്റുമായിട്ട് വരും. എല്ലാവരും കാര്യമായ സദഖ അതിലേക്ക് ചെയ്യണം എന്ന് അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സദഖകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിതൊരാൾക്ക് ക്യാൻസർ വന്നാൽ നമ്മൾ പറയും അയാൾക്ക് ക്യാൻസർ വന്നതാ മരിച്ചുപോയത്. ക്യാൻസർ രോഗികൾക്കുണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസമായിട്ട് പറയാൻ, നമ്മുടെ ഇടയിൽ ക്യാൻസർ വന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾ വെറും പുച്ഛത്തോടെ പറയും അയാൾ ക്യാൻസർ വന്നിട്ടാ മരിച്ചുപോയത് എന്ന്. പക്ഷെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ അതവൻ ചെയ്ത പാവങ്ങളുടെ എല്ലാം പരിഹാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണത്തിന് നമ്മുടെ കാലിൽ മുള്ളു തറച്ചാൽ ആ മുള്ളു തറയ്ക്കുമ്പോൾ മുള്ളിനുണ്ടാകുന്ന മുള്ളു കുത്തുമ്പോഴുള്ള വേദന, ആ വേദന കൊണ്ട് അല്ലാഹു നിന്റെ പാവങ്ങൾ പുറത്തു കൊടുത്തന്നേക്കാം എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊഴിഞ്ഞുപോയ മുടികൾക്ക് പകരമായി, വേദന എടുത്തതിന്റെ പകരമായി, എല്ലാത്തിനും പരിഹാരമായി അല്ലാഹു നിന്റെ പാവങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് 99% ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾക്ക് ക്യാൻസർ വന്നതാ മരിച്ചു പോയതെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻസർ 99% ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ചെയ്ത 99% പാവങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാര്യമായ സദഖ നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കീൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മരണം വരെ നമ്മളിൽ ആർക്കും ആ രോഗം അള്ളാഹു തരാതിരിക്കട്ടെ. എത്രയെത്രയോ നല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തുടങ്ങുന്ന ധാരാളം ആളുകൾക്ക് ഈ ക്യാൻസർ ഒന്നും മരിച്ചു പോയിട്ടുണ്ടവർ. നമ്മളതുകൊണ്ട് പരിഹസിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു അതൊരു പരീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ അതിൽ വിജയിച്ച് മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഹദീസ്,
നാളെ പരലോകത്ത് ചെല്ലുമ്പോ രോഗികൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രത്യേകിച്ച് പരിഗണന കാണുമ്പോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരലോകത്തെ പ്രതിഫലം കാണുമ്പോ, രോഗമില്ലാത്തവർ അല്ലാഹുവിനോട് പരാതി പറയും, അല്ലാഹുവേ എന്തുകൊണ്ട് നീ എനിക്ക് ക്യാൻസർ തന്നില്ല അല്ലാഹ്, എന്തുകൊണ്ട് നീ എനിക്ക് അസുഖം തന്നില്ല അല്ലാഹ്, എന്തുകൊണ്ട് നീ എനിക്ക് ക്യാൻസർ തന്നില്ല എന്ന് ക്യാൻസർ തരാത്തതിന്റെ പേരിൽ അല്ലാഹുവിനോട് നമ്മൾ അവലാതി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാനടക്കമുള്ള ആളുകൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ മരണം വരെ നീ ആ രോഗം ഞങ്ങൾക്ക് തരല്ലേ എന്ന്. പക്ഷെ ക്ലോക്കിന്റെ സൂചി പുറകോട്ട് കറങ്ങട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ആ സമയത്ത് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ നമ്മളടക്കമുള്ളവർ പറയും, അല്ലാഹുവേ എന്തുകൊണ്ട് നീ എനിക്ക് ഇങ്ങനത്തെ രോഗം തന്നില്ല എന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ അസുഖമായി RCCയിൽ കഴിയുന്നവർക്ക് അല്ലാഹു രോഗവിഷമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിനേരോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരുടെയും ക്യാൻസർ, വലിയ വലിയ കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ അല്ലാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതനുഭവിക്കുന്നവരുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോ ഖബറിലെ മൂന്നാമത്തെ അനുഭവമാണ് പറയാനുള്ളത്. ഇതൊക്കെ എഴുതി മലക്കുകളെന്ന് ചോദിച്ചു, മൻ റബ്ബുക്, അല്ലാഹു ആരാ, അല്ലാഹു റബ്ബുക്, മൻ നബിയുക്, മുഹമ്മദുൻ നബിയ്യുൻ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എല്ലാ ചോദ്യത്തിനും മറുപടി കിട്ടിയാൽ എന്താ കിട്ടുന്നേ? ഇന്റർവ്യൂവിന് പോയി ചോദ്യം ചോദിച്ചു, എല്ലാ ചോദ്യത്തിനും മറുപടി കിട്ടി, പാസ്സായി. ശരി, നീ എന്തായി? ഓക്കെ ആയി. മലക്കുകളെ ചോദിക്കണ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഖബറിലെ മൂന്നാമത്തെ അനുഭവം മലക്കുകൾ പറയും, പുതിയ ഉറങ്ങുന്ന പോലെ നീ ഖബറിൽ ഉറങ്ങിക്കൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ ഖബറിൽ കിടക്കുന്നതിന് വേണ്ടി സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുക. കാണാൻ പറയാത്ത അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുക. ഇനി അവന് ആറടിയല്ല, അവൻ സ്വർഗത്തിന്റെ വിശാലതയാണ് ഖബറില്. അവൻ കിടക്കുന്നത് മണ്ണിലല്ല, മെത്തയ്ക്ക് പകരം മണ്ണത് വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി, ഇരുളിലാൽ പെയിന്റിട്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടനെ വാവിട്ടു നീ കരേണ്ടതാ. ഇടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അത് കിടക്കേണ്ടതാണ് സമാന. രാജാക്കളും അതിലുണ്ട്, മക്കളെ നേതാക്കളുണ്ട്. അവരത്ത് ദീത്ത് ധരിച്ച രാജമമാരാ. ചിതളും പുഴുക്കളും താവളും പെരുത്തുണ്ടത്. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നത്. അതിലുള്ള ഭാവുകൾ ഭദ്രമായി പോറ്റുന്നതാ. താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. ഖിയാമത്ത് നാള് വരുന്നതാ. അക്കാലം അത്രയും നീ അത് കിടക്കേണ്ടതാ. ഖുർആൻ ശരീഫിൽ വ്യക്തമായി പറയുന്നതാ. സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ. അള്ളാഹു നമുക്ക് ഖബറിന്റെ ജീവിതം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. ഖബർ നമുക്ക് അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിൽ പറയും പുതിയാപ്പിളയുടെ ഉറങ്ങി. നീ പുതിയാപ്പിള ഉറങ്ങണ പോലെ ഉറങ്ങിക്കും. അതെന്താ പുതിയാപ്പിള ഉറങ്ങണ പോലെ ഉറങ്ങാൻ പറയണേ? എന്നാ പിന്നെ നീ നന്നായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ പോരെ? നമുക്ക് അനുമതില്ല. പുതിയാപ്പിള ഉറങ്ങുന്ന പറയാൻ കാരണം എന്താ? പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ പുതിയാപ്പിളയുടെ ഉറക്കത്തിന് ആരും തടസ്സം ഉണ്ടാക്കുമോ? നിങ്ങളുടെയൊക്കെ വീട്ടില് മോളെ കെട്ടിച്ച് ഭർത്താവ് പെണ്ണിന്റെ വീട്ടിലല്ലേ കിടക്കണേ ആദ്യത്തെ ദിവസം?
അപ്പൊ പുതിയാപ്പിള നമ്മളെ വീട്ടിൽ താമസിക്കുമ്പോ പുതിയാപ്പിളയുടെ റൂമിന്റെ മുമ്പ് ഇവിടെ നമ്മൾ ഈ പിള്ളേരുണ്ടല്ലോ, പിള്ളേർ പോയി വെള്ളം ഉണ്ടാക്കിയ അമ്മമാരെന്ത് പറയും, എന്ന് പറയും. അവര് പോലും വളരെ പതുക്കെ പറയുള്ളൂ. കാരണം എന്താ, പുതിയാപ്പിള എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന ആളാണ്. കബറ് പറയുക എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന ആളാണ്, നീ പുതിയാപ്പിള ഉറങ്ങണമെന്ന് ഉറങ്ങിക്കോ, പുതിയാപ്പിളയുടെ ഉറക്കത്തിന് തടസ്സമേ ഇല്ല, നീ അതേപോലെ കിടന്നോ. അള്ളാഹു പറയും, മലക്കുകൾ പറയും, പുതുമണവാളൻ ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങിക്കൊള്ളുക. അവർക്ക് യാതൊരുവിധ അനാസ്ഥതകളില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ അവരവിടെ കിടന്ന് കൊണ്ടുറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആ ഖബർവാസി ഇവിടെ പുതിയാപ്പിള ഉറങ്ങണ പോലെ ഉറക്കമായി. ഈ ഉറക്കം ഇവിടെ വരെ വിജയിക്കും, ഇവിടെ പരലോകത്തെ എഴുന്നേൽപ്പിക്കുന്നത് വരെ. ഇൻഷാ അല്ലാഹ് പരലോകത്തിൻ്റെ 2-3 സംഭവങ്ങൾ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ ഖബറിൽ നമ്മളെല്ലാവരും കിടന്നു. ഇസ്രാഫീൽ, അല്ലാഹു പറയും, ഇസ്രാഫീലെ സൂറന്ന കാഹളത്തിൽ രണ്ടാമതൂതുക. എങ്ങനെയാണ് ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ രണ്ടാമതൂതുന്നത്? എങ്ങനെയാ? കാരണം മലക്കുകളെല്ലാം മരിച്ചു കിടക്കുകയാ. ആ സമയത്ത് ലോകത്തുള്ള കോടാനുകോടി ജനങ്ങൾ മരിച്ചു കിടക്കുകയാണ്. അവരിൽ ഖബർ കിടക്കുമ്പോ ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് വരണ്ടേ. കാരണം ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എവിടെ നിന്നോ ഒരു മഴയുണ്ടാവാൻ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാവുക. ആ മഴത്തുള്ളികൾ മരിച്ചു കിടക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ വീഴുമ്പോ മരിച്ചു കിടക്കുന്ന ഇസ്രാഫീൽ ചാടി എഴുന്നേക്കലായി. ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹു നേരെ നോക്കുമ്പോ ആ സമയത്ത് അല്ലാഹു പറയും, ഇസ്രാഫീലെ തുറന്ന കാലത്തിൽ രണ്ടാമതൂതുക. ഒന്നാമതൂതിയപ്പോൾ സകലവും തകർന്ന് തെരിപ്പിടമായി. ആ സമയത്ത് രണ്ടാമതൂതുക എന്ന് പറയുമ്പോ ഇസ്രാഫീൽ തുറന്ന കാലത്തിൽ രണ്ടാമതൂതുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നാളെ പരലോകത്തെ എഴുന്നേറ്റ് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയാ, നാളെ പരലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് ആദ്യം ഖബറിനെ ഏൽപ്പിക്കുന്നത് എന്നെയാണ്. ആദ്യം ഖബറിൽ നിന്ന് ഏൽപ്പിക്കുന്നത് എന്നെയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്ങനെയാണെന്നറിയോ? ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മലക്കുകളെ ഏൽപ്പിക്കും. അസ്റായീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, അത് കഴിഞ്ഞ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ 4 പേരെയാണ് അല്ലാഹു ആദ്യമേ ഏൽപ്പിക്കുക. എന്നിട്ട് ഇവർ ചോദിക്കുമത്രേ, എവിടെയാണ് അല്ലാഹുവേ ഞങ്ങളുടെ നായകന്റെ ഖബറുള്ളത്? എവിടെയാണ് മദീനത്തിന്റെ നായകനുള്ളത്? എവിടെയാണ് മക്കയുടെ പൂമലരുള്ളത്? ആ സമയത്ത് അല്ലാഹു പറയും, മലക്കുകളെ, ഭൂമിയിൽ നിന്നൊരു പ്രകാശം വരുന്നത് കണ്ടോ? ആ പ്രകാശം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് എന്റെ രാജാവിന്റെ ഖബറുള്ളത്, മദീനയുടെ രാജാവിന്റെ ഖബറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളുക. ഈ മലക്കുകൾ എല്ലാവരും ചീറപ്പാൻ കൊണ്ട് അവിടെ എത്തുക. അവിടെ എത്തിയിട്ട് എല്ലാവരും കിടന്ന് തർക്കത്തിലാണ്. ആര് അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലായി. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുക. മീകായിലിനോട് പറയും, മീകായിലേ നിങ്ങൾ വിളിക്കുക. ജിബ്രീലിനോട് പറയും, നിങ്ങൾ വിളിക്കുക. അവസാനം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയപ്പെടും, നിങ്ങളല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് വിളിക്കാൻ അവസാനമായി തിരുസന്നിധി നിങ്ങളല്ലേ അല്ലാഹുവിന്റെ റസൂലിനോട് റൂഹ് പിടിക്കാൻ അനുവാദം ചോദിച്ച് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് എടുത്തുകൊണ്ട് പോയത് നിങ്ങളല്ലേ? അതുകൊണ്ട് നിങ്ങൾ വിളിക്ക ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമേ. അങ്ങനെ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മരണത്തിന്റെ മാലാഖ എന്ന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് നോക്കിയിട്ട് കുംബിദിനില്ല അല്ലാഹുവിന്റെ അനുമതിയോടെ എഴുന്നേറ്റ് വരാൻ പറയുമ്പോ ഹബീബായ നബി തങ്ങൾ
തങ്ങൾ തന്റെ ശരീരത്തിലുള്ള മണ്ണുകൾ തട്ടി മാറ്റിയിട്ട് എണീറ്റ് വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചുരുക്കി നാം പറയുകയാണ്. അങ്ങനെ പരലോകത്തെത്തുമ്പോ പരലോകത്ത് കോടാനുകോടി ജനങ്ങൾ നിൽക്കുമ്പോ ഒരു സംഘം ആളുകൾ എന്ന് ബഹുമാനപ്പെട്ട ആദം നബിയോട് ചോദിക്കുമത്രേ, ആദം നബിയെ നിങ്ങൾ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ? നിങ്ങൾ ആദ്യ പിതാവല്ലയോ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ എന്നാ സംഘം ബഹുമാനപ്പെട്ട ആദം നബിയോട് ചോദിക്കുമ്പോ ആദം നബി പറയും, ഇല്ല, ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്. അള്ളാഹിനെ ധിക്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ സ്വർഗത്തിൽ നിന്ന് നാട്ടി ഓടിച്ചതാണ്. മാത്രമല്ല ഇന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ദിവസമാണ്. ഇതിനേക്കാൾ കോപമുള്ള ഒരു ദിവസം മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് എനിക്കിതിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നഫ്സി 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 യാ നഫ്സി, എന്റെ നഫ്സേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൽ നിന്ന് പിന്മാറുകയാണ്. ആദം നബി അവസാനമായ ഒരു വാക്ക് പറയും, നിങ്ങൾ നൂഹ് നബിയുടെ അടുക്കിലേക്ക് പോയിക്കൊള്ളുക. അങ്ങനെ ഈ സംഘം ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ അടുക്കൽ വരും. നൂഹ് നബിയോട് ഇതേപോലെ തന്നെ ചോദിക്കപ്പെടും. ആ സമയത്ത് നൂഹ് നബിയും ഇതേ മറുപടി തന്നെ കൊടുക്കും. എന്നിട്ട് നൂഹ് നബി പറയും, എനിക്ക് നിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് പോയിക്കൊള്ളുക. ഈ സംഘം മുഴുവൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ അടുക്കലെത്തും. ഇബ്രാഹിം നബിയോട് പറയും, ഇബ്രാഹിം നബിയെ, അങ്ങ് ഖലീലല്ലയോ, അങ്ങ് അല്ലാഹുവിന്റെ ഖലീലല്ലയോ, അല്ലാഹുവിന്റെ കൂട്ടുകാരനല്ലയോ, അതുകൊണ്ട് നിങ്ങളെന്ന് വിളിക്കുമോ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം നബിയും ഇതേ മറുപടി തന്നെ കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഇബ്രാഹിം നബി പറയും, നിങ്ങൾ മൂസാ നബിയുടെ അടുക്കിലേക്ക് പോവുക. അങ്ങനെ ഈ സംഘം ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ അടുക്കൽ വരും. മൂസാ നബിയോട് പറയും, മൂസാ നബിയെ, നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ അല്ലാഹു ചെങ്കടലിൽ പിടുത്തി കൊടുത്തത്, ഫിർഔന്റെ ജനതയെ മുക്കിക്കൊന്നത് നിങ്ങളുടെ ദുആ കണ്ടിട്ടല്ലേ? നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിക്കിട്ട് കടൽ തീരത്ത് നിന്നപ്പോഴല്ലേ കയ്യിരുന്ന വടിയെടുത്ത് ചെങ്കടലിടിക്കാൻ പറഞ്ഞത്? അല്ലാഹു പറഞ്ഞത് നിങ്ങളോടല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ എന്ന് ആ സംഘം ബഹുമാനപ്പെട്ട മൂസാ നബിയോട് ചോദിക്കുമ്പോ മൂസാ നബി പറയും, ഇല്ല, ഞാൻ ചോദിക്കില്ല. മൂസാ നബി വന്നിട്ട് ഇതേ മറുപടി തന്നെ പറയും, നിങ്ങൾ ഈസാ നബിയുടെ അടുക്കിലേക്ക് പോവുക. അങ്ങനെ ഈ സംഘം ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ അടുക്കൽ വരും. ഈസാ നബിയോട് വന്നിട്ട് ഇങ്ങനെ പറയുമോ, ഈസാ നബിയും പറയും, എനിക്കിതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിക്കൊള്ളുക. അങ്ങനെ ഈ സംഘം ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കടന്നു വരും. എന്നിട്ട് പറയുമോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങന്റെ പ്രവാചകനല്ല നബിയെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ വരവിന് തിരുസീനി കിട്ടി കടന്നു വന്ന ഹബീബല്ല നബിയെ, അതുകൊണ്ട് അങ്ങക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. ആ സമയത്ത് അല്ലാഹു പറയും, നബിയെ, ഈ സുജൂദിൽ കിടക്കേണ്ട സമയം ദുനിയാവാണ്, ഇവിടെ സുജൂദിൽ കിടന്നിട്ട് കാര്യമില്ല നബിയെ, അങ്ങ് എഴുന്നേൽക്ക് നബിയെ, അങ്ങ് ആവശ്യപ്പെടുന്ന ഈ സംഘത്തെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഞാൻ വിടാമെന്ന് അല്ലാഹു ഉറപ്പ് കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നായകനാണ്, മദീനയുടെ നായകനാണ്. തന്റെ അവസാന സമയത്ത് പോലും അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റൂഹ് പിടിക്കാൻ ചോദിക്കുമ്പോ എനിക്ക് എന്റെ അസ്റ ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോ ജിബ്രീലിനെ കണ്ടാലുടനെ എന്റെ സമുദായത്തിന്റെ കാര്യമിനെ ആര് നോക്കും എന്ന് ചോദിച്ച ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തന്റെ സമുദായത്തിന് പരലോകത്തിൽ ആവശ്യം വിടുമ്പോ എല്ലാ പ്രവാചകന്മാരും പോലെ അല്ലാഹുവിന്റെ റസൂലിനോട്
അവിടെ കൈവിടാൻ പറ്റില്ല. അല്ലാഹു റസൂൽ അല്ലാഹുവിനോട് പൊട്ടിക്കരയും. അത് പൊട്ടിക്കരഞ്ഞ് ദുആ എടുക്കും. അല്ലാഹു ആ ദുആ കാരണമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ കാരണമായി ആ സംഘത്തെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് അയക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ അല്ലാഹുവേ ആ പ്രവാചകന്റെ ശഫാഅത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് സ്വർഗ്ഗത്തിലെത്തുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ കോരി കുടിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കിനി ദുആ ചെയ്യാം. ഇത്രയും നേരം മഴ കൊണ്ട് കനത്ത മഴ പെയ്തിട്ടും അതെല്ലാം സഹിച്ച് ഇവിടെ നിന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ അഹിതകരമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പുറത്ത് മാപ്പാക്കണം എന്ന് അറിയിക്കുന്നു. ഇത്രയും മഴ പെയ്തിട്ടും നിന്ന് കേട്ട എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു ഇതിനെല്ലാം നിങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. സഹോദരിമാർ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് കേട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ അറിവ് മേടിച്ച് തിരിച്ചു പോകുമ്പോൾ അള്ളാഹു ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ നമ്മളെ ഇതേപോലെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.